ഇന്ന് ഞാൻ വിചാരിച്ചു നമുക്ക് ഒരു പപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ 4 മണിക്ക്. അപ്പോൾ പപ്സ് ഉണ്ടാക്കാനായിട്ട് എനിക്ക് ഇപ്പോൾ കുറേ പപ്സ് വേണ്ട, ഒരു 4 പപ്സോളം മതി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വലിയ ഓവനൊക്കെ ഓണാക്കി ഇത് ചെയ്യണ്ടേന്ന് വിചാരിച്ചതിനെ വെച്ചാൽ നമുക്ക് എയർ ഫ്രയറിൽ ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വെച്ചു. അപ്പോൾ ഇന്ന് ഞാൻ പപ്സ് ഉണ്ടാക്കാൻ പോകുന്നത് എയർ ഫ്രയറിലാണ്. സക്സസ് ആവില്ലേ നമുക്ക് നോക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ എല്ലാവർക്കും തന്നെ പപ്സ് ഉണ്ടാക്കാൻ അറിയാം. നമ്മൾ സവാളയും കാര്യങ്ങളൊക്കെ ഇട്ട് വഴറ്റുക, പിന്നെ അതേ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ആ മുട്ടയെ വേവിക്കുക. അത് കഴിഞ്ഞ് ഈ വാടിയ സവാളയിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി ഞാൻ ഇടാറില്ല കേട്ടോ. പിള്ളേർക്ക് എരിവ് പ്രശ്നമുള്ളതുകൊണ്ട് മുളക് പൊടി ഇടാറില്ല. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി ഇങ്ങനെയൊക്കെ ഇട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമ്മളൊരു മുട്ട എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുകയും വേണം. അതിൻ്റെ മുകളിൽ നമുക്ക് പറ്റി കൊടുക്കാനായിട്ട് ഇടാം. അപ്പോൾ നമ്മൾ എഗ്ഗിൻ്റെ ഷീറ്റും എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 4 എണ്ണമൊക്കെ ഉണ്ടാക്കിയാൽ മതി എന്ന് വിചാരിച്ചു. പക്ഷേ 6 എണ്ണത്തിനുള്ള സ്പേസ് ഉള്ളത് ഞാൻ 6 എണ്ണം തന്നെ ഉണ്ടാക്കിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിനുള്ള ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മസാലേനെയും ഇങ്ങനെ കുറേശ്ശെ ഈ 6 എണ്ണത്തിലേക്ക് ഞാനിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ എല്ലാവരും പപ്സ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എയർ ഫ്രയറിൽ ആദ്യമായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. വീഡിയോ ആയിട്ട് വെച്ചത് ഈ എഗ്ഗിന് ഇങ്ങനെ ഇത് ചെയ്ത് വെക്കണം കേട്ടോ. ഈ നമ്മളിവിടെ ഒരു മുട്ട ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിന് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇത് ചെയ്യണം. ഈ മടക്കുമ്പോൾ ഷേപ്പും കാര്യങ്ങളൊക്കെ എന്താവും അറിഞ്ഞുകൂടാ. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന 1-2 ഒക്കെ ശരിയാവാറുണ്ട്. ബാക്കിയൊക്കെ പിന്നെ എൻ്റെ ഇഷ്ടത്തിനുള്ള ഷേപ്പിലാണ്. ഈ പ്രാവശ്യം ഇങ്ങനെ ഒരു നോക്കാം. അങ്ങനെ ഷേപ്പൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഷേപ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എൻ്റെ മുകളിൽ ഇങ്ങനെ മുട്ട ഇങ്ങനെ ഇത് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കയ്യിൽ വെച്ചിട്ട് ഞാൻ ചെയ്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് നനഞ്ഞു വന്നു കഴിയുമ്പോൾ പിന്നെ അവിടെ നിന്ന് ഒട്ടിപ്പിടിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഞാൻ ഇങ്ങനെ കയ്യിൽ വെച്ച് ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഇരുന്നിങ്ങനെ വേഗം ചെയ്ത് കൊടുക്കുകയാണ് 6 എണ്ണത്തിലും. എന്നിട്ട് നമുക്ക് വേഗം എയർ ഫ്രയറിൽ വെച്ച് നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മൾ ഈ ഒരു ഷേപ്പിലൊക്കെ ആക്കിയെടുത്തത് എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എയർ ഫ്രയറിൽ വെച്ച് ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് ഒരു 4 എണ്ണത്തിന്. അപ്പോൾ നമ്മൾ എയർ ഫ്രയറിൽ വെച്ചതിന് ശേഷം ഞാൻ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 190 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് ഇത്രയും വെച്ചിട്ടാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്തത്. ഇത്രയും വെച്ച് ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇടയ്ക്ക് ഞാൻ തുറന്ന് നോക്കുമായിരുന്നു കേട്ടോ എന്തായെന്നുള്ളത്. കറക്റ്റ് ഇത്രയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഞാൻ പോലും വിചാരിച്ചില്ല അത് ഇത്രയും ഇതാവുമെന്ന്. ഞാൻ വിചാരിച്ച് ഇത്രയും അങ്ങോട്ട് ഇതാവില്ല. പക്ഷേ മറ്റേ ഓവനിൽ വെച്ചതിനേലും എനിക്ക് തോന്നുന്നത് ഞാൻ എയർ ഫ്രയറിൽ ഉണ്ടാക്കിയപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് ഇത് വന്നതെന്ന് തോന്നുന്നു. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഞാൻ കഴിച്ചു നോക്കുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാട്ടോ. കഴിച്ചു നോക്കിയോട്ടെ. നല്ല ക്രിസ്പിയായി നന്നായിട്ട് വേണ്ടി നല്ല ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എയർ ഫ്രയറിൽ ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. കറണ്ട് കാശും കുറയ്ക്കാം, പെട്ടെന്ന് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എയർ ഫ്രയറിലുള്ളവരൊക്കെ പപ്സ് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ.